ശ്രീ മലയാലപ്പുഴ മോഹനൻ CBI കൂട്ടിലെ തത്തയാണ് എന്ന പാർട്ടി നിലപാടായിരിക്കട്ടെ. പക്ഷെ നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് CBI അന്വേഷണമാണല്ലോ. അതിനെ പാർട്ടി തള്ളിക്കളയുന്നത് എന്തുകൊണ്ടാണ് ശ്രീ മലയാലപ്പുഴ മോഹനൻ? CBI അന്വേഷണം CPM തള്ളിക്കളഞ്ഞിട്ടില്ല. CBI അവസാന വാക്കാണെന്നും CPM അംഗീകരിക്കുന്നില്ല. CPMനെ സംബന്ധിച്ചോളം CBIയുടെ അന്വേഷണം എന്ന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അംഗീകരിക്കത്തില്ല. പക്ഷേ എടുത്തു പറയേണ്ട ഒരു വിഷയം, ഇവിടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട്, ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞത് ഈ കൂട്ടിലടച്ച കിളിയാണ്, തത്തയാണ് CBI എന്ന് പറഞ്ഞത് CPM അല്ല, സുപ്രീം കോടതിയാണ്. വിവിധ CBI അന്വേഷിക്കുന്ന വിവിധ കേസുകളെ സംബന്ധിച്ച് ഹൈക്കോടതിയും സുപ്രീം കോടതിയും വളരെ സന്ദർഭങ്ങളായി പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ച് ഓർപ്പിക്കുക ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാവുന്ന സ്വാഭാവികമായും CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ കുടുംബമാണ്. അങ്ങയുടെ മനസ്സിലാക്കൽ തെറ്റാണെന്ന് ഖേദപൂർവ്വം പറയേണ്ടി വരുന്നു ശ്രീ മലയാലപ്പുഴ മോഹനൻ. അതിന് കാരണം എന്താണ്? അങ്ങ് പ്രതികരണം കേട്ടു തുടങ്ങുമ്പോൾ പാർട്ടി സെക്രട്ടറിയോട് ചോദ്യം, കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മറുപടി തുടക്കം എങ്ങനെയാണ്? ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നന്നായി പോകുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് PP ദിവ്യ അറസ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ അന്വേഷണം നന്നായി നടന്നു പോകുമ്പോൾ എന്തിനാണ് മറ്റൊരു അന്വേഷണം എന്ന ചോദ്യമാണോ? എന്ന് പറഞ്ഞാൽ അന്വേഷണം അടിമുടി പൊളിഞ്ഞു കിടക്കുകയാണ്, അടിമുടി വ്യാജമാണ് എന്ന് 84 പേജുള്ള ഈ പറയുന്ന നവീൻ ബാബുവിന്റെ പരാതിയെ തള്ളി ആ അന്വേഷണത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ആരാണ്? പാർട്ടി സെക്രട്ടറി മലയാലപ്പുഴ മോഹനൻ. സർക്കാർ CBI അന്വേഷണത്തെ അനുകൂലിക്കും കോടതിയിൽ എന്ന് കരുതുന്നുണ്ടോ? അന്വേഷണം തൃപ്തികരമല്ല എന്ന് ആ കുടുംബം പറയുന്നു. അന്വേഷണം തൃപ്തികരമല്ലാതിരിക്കാൻ സാഹചര്യമാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ നവീൻ ബാബു മരണപ്പെട്ട് 44 ദിവസമായി. ഈ 44 ദിവസത്തിനിടയിൽ അന്വേഷണം എങ്ങും എത്തിയതായി പറയാൻ കഴിയുന്നില്ല. തുടർന്ന് തന്നെയല്ല ഇത്തരം സംഭവം ഉണ്ടായാൽ അത് യഥാസമയം തന്നെ അന്വേഷിച്ച് അതിൻ്റെ തെളിവുകൾ ശേഖരിക്കേണ്ടതാണ്. പക്ഷേ ഇതുവരെ ശേഖരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇനിയും തെളിവുകൾ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് ആ കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ആ കുടുംബം കാലതാമസമില്ലാതെ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. ആ കുടുംബത്തോടൊപ്പം തന്നെ അവരേത് അന്വേഷണം പറയുന്നു ആ അന്വേഷണത്തോടൊപ്പം നിൽക്കാനാണ് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെ തന്നെ നിൽക്കും. കാര്യം ഒരു മാറ്റവും ഇല്ല. ശ്രീ മലയാലപ്പുഴ മോഹനൻ, ഇവിടെ നോക്കൂ, ആ കുടുംബം ഒരു പാർട്ടി കുടുംബമാണ്. പാർട്ടി കുടുംബം എന്ന് പറഞ്ഞാൽ പരമ്പരാഗത പാർട്ടി കുടുംബമാണ്. ആ നാട്ടിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ പലരുടെ ആയുഷ്കാലങ്ങളിൽ വിയർത്തൊരു കുടുംബമാണ്. ആ കുടുംബം ഈ ബൈ ഇലക്ഷൻ ഉണ്ടാകുന്നു. ബൈ ഇലക്ഷൻ സമയത്ത് പാർട്ടി പ്രതിരോധത്തിലാവരുത് എന്ന പാർട്ടി കുടുംബത്തിന് നിർബന്ധമുണ്ട്. ബൈ ഇലക്ഷൻ കഴിയുമ്പോൾ സമർപ്പിക്കുന്ന 84 പേജുള്ള ഈ പരാതിയിൽ പറയുന്നത് ഈ പോലീസ്, ഈ അന്വേഷണ സംഘം CCTV അടക്കം പ്രാഥമിക തെളിവുകൾ ശേഖരിച്ചില്ലെന്ന് മാത്രമല്ല, ഈ വേട്ടക്കാരൻ്റെ ക്യാമ്പിൽ പോയി അവർക്ക് കള്ളത്തെളിവ് ഉണ്ടാക്കാൻ ഒത്താശ ചെയ്യുന്നുണ്ടോ എന്ന ഗുരുതര സംശയം പറയുകയാണ്. ഈ SIT കണ്ണൂർ CPM നയിക്കുന്ന രീതിയിൽ തെറ്റായ വഴിയിൽ പോകലാകുമോ എന്ന സംശയം പറയലാണ്. അടിമുടി അവിശ്വാസമാണ് ഈ കുടുംബത്തിന് SIT. മലയാലപ്പുഴ മോഹനൻ, ഇല്ല, ഇതിനെ സംബന്ധിച്ച് ആ കുടുംബവുമായി ബന്ധപ്പെട്ട CPM കുടുംബവും തങ്ങളിൽ വളരെയേറെ ബന്ധമാണ്. ആ ബന്ധമാണെന്ന് മാത്രമല്ല, 1979 തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി, പ്രത്യേകിച്ച് അന്നത്തെ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജോലി രാജിവെച്ചിട്ട് മത്സരിച്ചാണ് മാതാവ്. അതും അന്ന് കാലം മുതലേ ഈ പാർട്ടിയുമായി നിൽക്കുന്നവരാണ്. തന്നെയുമല്ല, നവീനായാലും പ്രവീണായാലും രണ്ടുപേരും നല്ല നിലവാരത്തിൽ ജീവിച്ചവരാണ്. അവർ ഈ കാര്യത്തെ സംബന്ധിച്ച് ഇന്ന് അഴിമതി കാണിക്കുമെന്നോ കൈക്കൂലി വാങ്ങുമെന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലപാട് സ്വീകരിക്കുമെന്നോ ഒന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതുകൊണ്ടാണ് മലയാളപ്പുഴ ജനങ്ങളാകെ ഒറ്റക്കെട്ടായി ആ കുടുംബത്തോടൊപ്പം നിൽക്കുന്നത്, ഞാൻ ഉൾപ്പെടെ നിൽക്കുന്നത്. ഇത് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ നമുക്ക് അവർക്കുണ്ടായ സംശയങ്ങൾ പറഞ്ഞ ഒന്ന്, ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പം സ്വാഭാവികമായി ആൾ മരണപ്പെട്ടു എന്നിവിടെ അറിഞ്ഞപ്പോൾ തന്നെ ഇവിടുന്ന് നമ്മുടെ ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും മറ്റാളുകളും പോയി കണ്ണൂരിൽ ഇവിടെ യാത്ര തിരിച്ചു. കണ്ണൂർ യാത്ര തിരിച്ചപ്പോൾ തന്നെ കണ്ണൂരിൽ നിന്ന് തന്നെ ആളുകൾ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, അവിടെ പോസ്റ്റ്മോർട്ടം അടക്കം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ആ പോസ്റ്റ്മോർട്ടം അടക്കം നടത്താൻ തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പം തന്നെ തിരിച്ച് കണ്ണൂർ കളക്ടറെ വിളിച്ചു പറഞ്ഞു, സ്വാഭാവികമായി ഒരു അൺആക്സിഡൻറ്റ് നടന്നാൽ
അത് പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ ഡയറക്റ്റ് ബന്ധുക്കളുണ്ടാവണം. ആ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ നടത്താൻ പാടുള്ളൂ. അത് തന്നെ നമ്മൾ കളക്ടറെ വിളിച്ചപ്പോൾ അങ്ങോട്ട് പറഞ്ഞു, ഇപ്പം ഞങ്ങൾ വരാതെ പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. തന്നെയുമല്ല, പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ട കക്ഷികളുണ്ട് എന്നൊരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതി എന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ കളക്ടർ പറയുന്നു, ഞാനല്ല ഇവിടെ ഉള്ളത്, ഞാൻ അധികാരപ്പെട്ട ആളാണല്ലോ, എല്ലാം ഭംഗിയായി ചെയ്യാം. ഏതാണ് പറയുന്നത് എന്ന് പറഞ്ഞത് മാത്രമല്ല, പറഞ്ഞ വാക്ക് കേൾക്കാതെ അവിടെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും എല്ലാം നടത്തി. ഇത് രാജ്യത്ത് എങ്ങെവിടെയൊന്നും കേട്ട് കഴിവില്ലാത്തതാണ്. താങ്കൾ ഈ പറയുന്നതൊക്കെ 100% സത്യമാണ്. താങ്കൾ ഈ പറയുന്നതൊക്കെ 100% സത്യമാണ്. ഇത് കൊലപാതകമാണോ എന്ന് കുടുംബം സംശയിക്കുന്ന കാരണങ്ങൾ അങ്ങേയറ്റം യുക്തിഭദ്രമായ കാരണങ്ങളാണ്. അതിന് കാരണം എന്താണ്? ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് അൺഡ്യൂ ഹേസ്റ്റിൽ ചെയ്തു, പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരുന്നു പറഞ്ഞാൽ അങ്ങോട്ടേക്ക് അതിനെ കൃത്യമായി കൊണ്ടുപോയി. എന്താണ് ഈ അടുത്ത ബന്ധങ്ങൾ ഉറപ്പായും അടുത്തുണ്ടാവണമെന്ന് മാൻഡേറ്ററി ആയിട്ടുള്ള നിർബന്ധമായിട്ടുള്ള കാര്യം പാലിക്കപ്പെട്ടില്ല. ഒരുപാട് സംശയങ്ങളുണ്ട്. കാര്യം ശരിയാണ്. പക്ഷേ ഇതൊക്കെ തെളിയിക്കണമെങ്കിൽ CBI അന്വേഷണം വരണമെങ്കിൽ ശ്രീ മലയാലപ്പുഴ മോഹനൻ CPM-ന്റെ നിലപാട് ഇതാണെങ്കിൽ സർക്കാർ 6-ാം തീയതി പരിഗണിക്കുമ്പോൾ കോടതിയിൽ ഓക്കെ ഞങ്ങൾ CBI അന്വേഷണത്തിന് എതിരല്ല എന്ന് പറയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ മലയാലപ്പുഴ മോഹനൻ? പ്രോസിക്യൂഷൻ ആ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. പ്രോസിക്യൂഷൻ ആദ്യം തന്നെ ജാമ്യാപേക്ഷ കൊടുത്ത സന്ദർഭത്തിലും പ്രോസിക്യൂഷൻ നിലപാട് സ്വീകരിച്ചത് ഈ കുടുംബത്തിന് അനുകൂലമായിട്ടാണ്. നമ്മുടെ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും വളരെ വ്യക്തമായി ജാമ്യം കൊടുക്കാതിരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ ബോധ്യപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, തുടർന്നുള്ള അന്വേഷണം നടക്കുമ്പോഴും ഇവിടെ ഈ പ്രോസിക്യൂഷൻ വിഭാഗം ഇവർക്ക് അനുകൂലമായി നീതി ലഭിക്കാൻ സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഞങ്ങൾ